പരാതി റിസീവ് ചെയ്ത് സീലടിച്ച് തന്നിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് സ്റ്റെപ്പാണ്. 18 വരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നോട്ട് ടു അറസ്റ്റും അപ്പിയറൻസും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് പോലീസുകാരോടൊന്നും സംസാരിച്ചില്ല. പോലീസുകാർ വളരെ കോർഡിയലായിരുന്നു. എനിക്കതിൽ സന്തോഷമുള്ള ഒരു കാര്യം, ഇപ്പം ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഉണ്ട്, പുരുഷ സംഘടനകളുണ്ട്. ഇത്തരം സ്റ്റെപ്പുകളെങ്കിലും വളരെ സ്വാഗതാർഹമാണ്. പെട്ടെന്ന് പുരോഗമനമെന്ന് തെറ്റിദ്ധരിക്കുന്നവർക്കെതിരെയാണ്. അതോടൊപ്പം കുമാരി ഹണി റോസിനെതിരെ നമ്മൾ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ട്. അതിനുശേഷം അടുത്തത് പോകും. അതിനുശേഷം കോടതിയിലും ക്രിമിനൽ ഡിഫമേഷൻ, ഞാൻ ഓർഗനൈസ്ഡ് ഗ്യാങ്ങിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അതിനെതിരെ ക്രിമിനൽ ഡിഫമേഷനുമായിട്ട് മുമ്പോട്ട് പോവുകയും ചെയ്യും. അതാണ് യഥാർത്ഥത്തിൽ. ശരിക്കും ഹണി റോസിനെ ഞാൻ വിമർശിച്ചതാണ്. യഥാർത്ഥ അധിക്ഷേപം നടത്തിയത് KR മീര മാഡമാണ്. ആർക്കെതിരെ? നമ്മുടെ ഷാരനെതിരെ. അപ്പോൾ രാഹുൽ ഈശ്വർ ഹണി റോസിനെ വിമർശിച്ചാൽ അത് ലൈംഗിക അധിക്ഷേപവും, KR മീര മരിച്ചുപോയ കൊല്ലപ്പെട്ട ഷാരനെ അധിക്ഷേപിച്ചാൽ അത് ലൈറ്റ് ഹാർട്ടഡ് ടോക്കുവാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഒരു ഹണി റോസിനെതിരെയും കോടതിയിൽ പോകും. അതിന്റെ പടിയായിട്ടാണ് ഞങ്ങൾ ഈ റെസീറ്റ്. ഡബിൾ മീനിങ് പറയാൻ യാതൊരു മടിയില്ലാത്തൊരു മനുഷ്യനാണ് ഈ ബോച്ച എന്ന് പറയുന്നത്. ശരിക്കും അദ്ദേഹം ഡബിൾ മീനിങ് പറയും എങ്കിലും ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തെ ആരാധിക്കുന്നുണ്ട്. അയാൾ അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനാണ്. ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് ഒരുപാട് ആരാധകരെ അദ്ദേഹം ഈ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഡബിൾ മീനിങ് പറയുമ്പം കുറെ ആൾക്കാർ അദ്ദേഹത്തിന് നെഗറ്റീവായിട്ട് നിൽക്കുന്നെങ്കിലും ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിന് പോസിറ്റീവായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ നിൽപ്പുണ്ട്. ഇങ്ങനെയുള്ള നമ്മുടെ ബോച്ചയ്ക്ക് ഹണി റോസിന്റെ രൂപത്തിൽ ഒരു വമ്പൻ തിരിച്ചടിയാണ് കിട്ടിയത്. തനിക്കെതിരെ നിരന്തരമായിട്ട് ഡബിൾ മീനിങ് പ്രയോഗം നടത്തുന്നു എന്നും പറഞ്ഞിട്ട് ഹണി റോസ് ആ കേസ് കൊടുത്ത് വയനാട്ടിൽ വെച്ച് ബോച്ചയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അറസ്റ്റിലായിട്ട് ഒരു 6ാം നാളാണ് തിരിച്ചിറങ്ങി വന്നത്. ബോച്ച ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതേക്കുറിച്ചിട്ട് ഹണി റോസ് ബോച്ച വിഷയം ഏറ്റവും കൂടുതൽ സംസാരിച്ചത് രാഹുൽ ഈശ്വറാണ്. അദ്ദേഹം ഒരിക്കലും ഹണി റോസിനെ കുറ്റം പറയല്ല, ഹണി റോസിന്റെ വസ്ത്രധാരണത്തെയാണ് ആ ഒരു കുറ്റം പറഞ്ഞത്. ഇത്രയും അതെന്തായാലും ഒരു പൊല്ലാപ്പിലേക്കും പോവുകയും ചെയ്തു. രാഹുൽ ഈശ്വർ പരാമർശിച്ചത് ആ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെയാണ്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഹണി റോസ് ഇങ്ങനെ മുട്ടി നിൽക്കല്ലേ ആർക്കെതിരെ കേസ് കൊടുക്കണമെന്ന് ചിന്തിച്ചിട്ട് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തു. രാഹുൽ ഈശ്വറിനെതിരെ അപമാനിച്ചു എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഈ കേസ് അന്വേഷിച്ച പോലീസുകാർക്ക് തന്നെ മനസ്സിലായി ഇതിനകത്തൊന്നും യാതൊരു കഴമ്പും ഇല്ല എന്നുള്ളത്. അങ്ങനെ ആ കേസ് അങ്ങ് തള്ളിപ്പോയി. അതായത് അത് കേസും കൂട്ടും ഒന്നും ആയിട്ടില്ല. അങ്ങനെ ഹണി റോസിന് വീണ്ടും വൈരാഗ്യമായി. അങ്ങനെ രണ്ടാമതും പോയി രാഹുൽ ഈശ്വറിനെതിരെ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പോയി. അപ്പൊ ഈ രാഹുൽ ഈശ്വറിനും ഭയങ്കര വാശിയായി. എന്തിന്റെ സോക്കേടാണ് ഇവർക്ക്? അപ്പൊ രാഹുൽ ഈശ്വർ പറഞ്ഞു ഇതിന്റെ ബുദ്ധിമുട്ട് അവരും ഒന്ന് അറിയട്ടെ എന്ന് കരുതിയിട്ട് ഹണി റോസിനെതിരെ രാഹുൽ ഈശ്വർ കേസ് കൊടുക്കാൻ പോയി. എന്നിട്ട് നഷ്ടപരിഹാരമായിട്ട് 10 കോടി രൂപയാണ് ഹണി റോസിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ഈ കഴിഞ്ഞ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ദിനത്തിൽ ബോച്ചയാണെങ്കിൽ മൊണാലിസയെ കേരളത്തിൽ കൊണ്ടുവന്ന് ആഘോഷിച്ചപ്പോ ഹണി റോസിന് കിട്ടിയത് മുട്ടൻ 8ന്റെ പണി തന്നെയാണ് കിട്ടിയത്. അതായത് രാഹുൽ ഈശ്വർ ഹണി റോസിനെതിരെ കൊടുത്ത ആ കേസ്, അതിന്റെ കാര്യങ്ങളും അതിന്റെ വക്കീൽ നോട്ടീസും ഒക്കെ ആയിട്ട് ആ ഒരു ഗുലുമാലിലായിരുന്നു അന്നത്തെ ദിവസം ഈ ഹണി റോസ്. ഈ കഴിഞ്ഞ പ്രണയദിനത്തിൽ മൊണാലിസയെ കൊണ്ടുവന്നതിന് ബോച്ചയ്ക്ക് ഒരുപാട് അഭിനന്ദനമാണ് കിട്ടിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു പാവപ്പെട്ട കുട്ടികളെ ഈ ഒരു പരിപാടിക്കൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു അത്താണിയാവും. ഒന്നുമില്ലായ്മയിൽ നിന്ന് വരുന്ന കുട്ടികളാണത്. അപ്പൊ അവരുടെ വീടുകളിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സഹായമാവും. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ആരാധകരാണ് ആ ബോച്ചയ്ക്ക് ആ ഒരു മൂവ്മെന്റ് കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. അതായത് ആ മൊണാലിസയെ കൊണ്ടുവന്നത് കൊണ്ട്. കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ ഒരു വീഡിയോ ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കാം. ബോച്ചയും മോണോലിസയും തരംഗമായി മാറിയ കാഴ്ച നമ്മൾ ഏവരും കണ്ടു. വളരെ സന്തോഷം അതിൽ തോന്നി. മോനി ഭോസ്ലെ എന്നാണ് മോണോലിസയുടെ പേര്. 16 വയസ്സ് മാത്രമാണ് പ്രായം. പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്. മഹാകുംഭമേളയുടെ ഭാഗമായി മോണോലിസയുടെ വീഡിയോകളും ഫോട്ടോയും വൈറലായി. ആൾക്കാർ മോണോലിസയോടൊപ്പം ചിത്രമെടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ വന്നു നിൽക്കുന്ന കാഴ്ചകൾ വളരെ സന്തോഷം തോന്നിയാണ്. പാവപ്പെട്ട വീട്ടിലെ ഒരു പെൺകുട്ടി വലിയ നിലയിലേക്ക് എത്തുന്നത് നമുക്ക് എല്ലാ സന്തോഷമാണ് കാണാൻ. ആ മോണോലിസയെ കേരളത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കേരളത്തിന്റെ സ്വന്തം ഈലോൺ മസ്ക് ആയ ബോച്ച. ശരിയാണ്, മൊണാലിസയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ബോച്ചെ ഫാൻസ് വളരെ സന്തോഷത്തിലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയെ കൊണ്ടുവരും എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ ബോച്ച അതെല്ലാം തകിടം മറിച്ച് മാറ്റിമറിച്ച് എന്തായാലും മൊണാലിസയെ നാട്ടിലെത്തിച്ചു.
ബോച്ചെ എന്ന വ്യക്തി എനിക്ക് വ്യക്തിപരമായി അറിയാം. പക്ഷെ അദ്ദേഹം ഹണി റോസുമായി ബന്ധപ്പെട്ട ഒരു തെറ്റായ വാക്ക് പറഞ്ഞ് തെറ്റാന്ന് പറഞ്ഞ വ്യക്തി തന്നെയാണ് ഞാൻ. പക്ഷെ ബോച്ചെ എന്താ പറയുക, ബോച്ചെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കേരളത്തിന് വേണ്ടി ചെയ്തെടുക്കാൻ കഴിയുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ അധിക്ഷേപിക്കാനും അപമാനിക്കാനും ഒക്കെ ഒരുപാട് പേർക്ക് വലിയ താല്പര്യമായിരുന്നു. എന്നാൽ ബോച്ചെ വീണ്ടും തരംഗമാകുന്നത് കേട്ടത് എനിക്ക് വളരെ ഈ വെള്ളിയാഴ്ച ചെമ്മണ്ണൂർ ജുവലേഴ്സിന്റെ കോഴിക്കോടെ ഷോറൂമാണ് നമ്മുടെ മോണോലിസ ഉദ്ഘാടനം ചെയ്യാൻ വന്നത്. അത് ട്രാഫിക് ബ്ലോക്കുകളും അല്ലെങ്കിൽ അവിടെ ഒരു തരംഗം ഉണ്ടാക്കി കോഴിക്കോടെ ഒരുപാട് പേര് വിളിച്ചു പറയുകയും ചെയ്തു. ബോബി ചെമ്മണ്ണൂർ തന്നെയാണ് മോണോലിസയെ കാറിൽ അങ്ങോട്ട് കൊണ്ടുവന്നത്. ബോച്ചെ എന്നാണ് അദ്ദേഹത്തെ നമ്മളെല്ലാം വിളിക്കുന്ന പേര് നമുക്കറിയാമല്ലോ. ഒരുപാട് പേർ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാൻ ഓടി വരികയും ബോച്ചെ അവിടെ ഒരു തരംഗമായി മാറുകയും ചെയ്തത് എനിക്ക് വളരെ സന്തോഷമായ കാര്യം. ഡയമണ്ട് നെക്ലസ് നമ്മുടെ മോണോലിസയുടെ കഴുത്തിന് ചുറ്റും അണിയിച്ചത് ഭയങ്കര വൈറലായി മാറിയിരിക്കുന്നു. കാരണം ഇതെല്ലാം ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഹണി റോസിനുള്ളൊരു നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഹണി റോസിനെതിരെയുള്ള ഒരു മറുപടിയായിട്ടാണ് മൊണാലിസയെ നാട്ടിൽ കേരളത്തിൽ കൊണ്ടുവന്നത്, ഉദ്ഘാടനം നടത്തിയതും എന്നൊക്കെ. എന്തായാലും ഒരു മധുരപ്രതികാരം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. ഹണി റോസ് ഒട്ടും പ്രതീക്ഷിച്ച് കാണത്തില്ല ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കൊണ്ടുവന്ന് കട ഉദ്ഘാടനം ചെയ്യുമെന്നൊന്നും ഒരു സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാകത്തില്ല. 2 ദിവസം മുൻപ് ഒരു ഇന്റർവ്യൂവിൽ ഹണിറോസിനെ കണ്ടപ്പം ഇഞ്ചി കടിച്ച അണ്ണാനെ പോലെയാണ് ഇരിക്കുന്നത്. കാരണം ഹണിറോസ് ഇപ്പൊ ചിന്തിക്കുന്നുണ്ടായിരിക്കും, എനിക്ക് എന്തിന്റെ കേടായിരുന്നു, ഞാൻ വല്ല ഉദ്ഘാടനമൊക്കെ ചെയ്ത് വല്ല ക്യാഷും ഒക്കെ വാങ്ങിച്ച് നെക്ലസും ഒക്കെ വാങ്ങിച്ച് അടിച്ചു പൊളിച്ച് കഴിയേണ്ട ഞാന് ഇപ്പൊ എനിക്ക് എന്തിന്റെ കേടായിരുന്നു എന്ന് ഇങ്ങനെ ചിന്തിച്ച് കുത്തിയിരുന്ന് ചിന്തിക്കുമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഹണിറോസിനേല് 8ന്റെ അല്ല 16ന്റെ പണി തന്നെയാണ് കിട്ടിയത്. ഇപ്പൊ ഒരുപാട് അങ്ങ് സെലിബ്രിറ്റി ആവും എന്നുള്ളൊരു ചിന്തയിലാണ് അങ്ങനെയൊക്കെ ആക്കി കൂട്ടിയത്. അതായത് ബോച്ചെ പോലുള്ള ഒരാളെ താറടിച്ച് കാണിക്കുമ്പോ ഒരുപാട് അങ്ങ് ഉയരങ്ങളിലേക്ക് പോകുമെന്നായിരുന്നു ചിന്താഗതി. പക്ഷെ അതുപോലെ അങ്ങ് നിലം പൊത്തി മൂക്കും കുത്തി വീഴുക എന്ന് കേട്ടിട്ടില്ലേ, അതുപോലെ ആയിപ്പോയി. എന്നാൽ മൊണാലിസ എന്ന ആ പെൺകുട്ടി, എവിടെയോ മാല വിറ്റിരുന്ന ആ പെൺകുട്ടി ഒരു നിമിഷം കൊണ്ട് സ്റ്റാറായി. ആ പെൺകുട്ടിയുടെ ചിരിയും ചാരക്കണ്ണുകളും സാധാരണ ഒരാളെ വിമർശിച്ചുകൊണ്ട്, നെഗറ്റീവ് ആണെങ്കിൽ പോലും ചില ആൾക്കാർ അങ്ങനെയാണെങ്കിൽ വരെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാറില്ല. കഴിയുന്നത്ര പോസിറ്റീവ് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. പക്ഷെ ഇത് ഹണി റോസ് കൂടെ കാണുന്നുണ്ടല്ലോ എന്ന് സർക്കാസം വെച്ച് ചോദിച്ചതിന്റെ റീസൺ ആണ്. പൊതുവെ ഞാൻ സർക്കാസം ചെയ്യാത്ത വ്യക്തിയാണ്. പക്ഷേ ഹണി റോസ് കാണേണ്ടത്, ഹണി റോസിനെ 2-3 ഇനോഗ്രേഷൻ ഒക്കെ വിളിച്ച് ഇതേപോലെ വലിയ റേറ്റ് ഒക്കെ കൊടുത്ത് കൊണ്ടുവന്ന അതിനുശേഷം അദ്ദേഹത്തെ ജയിലിലിടാൻ കൂട്ടുന്നതും ആ പരാതി വീണ്ടും ഫോളോ അപ്പ് ചെയ്ത് സെക്ഷൽ അസോൾട്ട് ആണെന്നൊക്കെ പറഞ്ഞ് വൃത്തികേട് കാണിച്ചതും ഓവർ ആക്കിയത് നമ്മളെല്ലാം കണ്ടതാണ്. അവർ പറഞ്ഞ ആ വാക്ക് പ്രയോഗം തെറ്റി, അത് അംഗീകരിക്കുന്നു. പക്ഷെ അതിനർത്ഥം സെക്ഷൽ അസോൾട്ട് ചെയ്തെന്നും ജയിലിലിടണമെന്നും ആ പരാതി വീണ്ടും ഫോളോ അപ്പ് ചെയ്യണമെന്നും അത്രയും ന്യായം പറഞ്ഞാൽ ഞാൻ അടക്കമുള്ള, അതായത് ആ പ്രത്യേക വാക്ക് തെറ്റായി പോയി, ഹണി റോസിനോട് ക്ഷമ പറയണം ബോച്ചെ എന്ന് പറഞ്ഞ് എനിക്കെതിരെ വരെ 1-2 പരാതി കൊടുക്കുന്ന ഹണി റോസ് ഇത് കാണണം. ഹണി റോസ് മാത്രമല്ല ഈ നാട്ടിൽ ഇനോഗ്രേറ്റ് ചെയ്യാൻ വേറെ ആൾക്കാരുണ്ടെന്ന്. ഹണി റോസ് മാത്രമല്ല ഇനാഗ്രേഷൻ ചെയ്യാനുള്ളത്, മറ്റു പലരും ഉണ്ടെന്ന് ഇപ്പൊ ഹണി റോസിന് മനസ്സിലായിട്ടുണ്ടാവും. ബോച്ചയുടെ ഷോറൂമുകളിൽ മിക്കതും ഈ ഇനാഗ്രേഷൻ ചെയ്യുന്നത് ഹണി റോസ് ആയിരുന്നു. ഒരുപാട് പൈസയും ഒരുപാട് ക്യാഷൊക്കെയും വാങ്ങിച്ചിട്ടുണ്ട്. 20 വർഷത്തോളമായിട്ട് അവരുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് ഹണി റോസ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഹണി റോസിന്റെ കരിയർ ഹണി റോസ് തന്നെ നശിപ്പിച്ചു എന്ന് തന്നെ പറയാം. സ്വന്തം കുഴി തന്നെ ഇരുന്ന് തോണ്ടിയെടുത്തു, അത് തന്നെ പറഞ്ഞാൽ മതി. ഒരുപാട് ആൾക്കാർ ഈ ഒരു പ്രശ്നത്തിന് ഒരുപാട് ആൾക്കാർ വിമർശിച്ചത് ഹണി റോസിന്റെ വസ്ത്രധാരണമാണ്. ശരിക്കും ഇവരൊക്കെ ഒരു സെലിബ്രിറ്റീസ് ആണ്, വരും തലമുറയ്ക്ക് ഒരു മാതൃകയാവേണ്ടതാണ്. അതിന് പകരം ഇവരിൽ നിന്ന് എന്ത് പോസിറ്റീവാണ് ഈ കുട്ടികൾക്ക് കിട്ടുന്നത്? വെറും അതുകൊണ്ട് ഹണി റോസിനേക്കാൾ വൈറലായി നമ്മുടെ മോണോലിസ മാറിയത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ആ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മറച്ചു വെക്കുന്നൊന്നുമില്ല. അല്ലാതെ ഈ ഹണി റോസ് പറയുന്ന പോലെ ആരെങ്കിലും അറസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് സന്തോഷമൊന്നുമില്ല എന്ന് പറയുന്ന കള്ളത്തിലൊന്നുമില്ല. അങ്ങനത്തെ ഹിപ്പോക്രസി ഒന്നുമില്ല. പറയുന്നത് നേരിട്ട് പറയാനുള്ള പറയുന്നത് ചെയ്യും. എത്ര കേസ് കൊടുത്താലും കേസ് കൊടുത്തില്ലെങ്കിലും പറയും. അതുകൊണ്ട് ഹണി റോസ് ഇത് കാണണം. ഹണി റോസിനേക്കാൾ ഗംഭീരമായ രീതിയിൽ മോണോലിസ വൈറലാകുകയും മോണോലിസ കോഴിക്കോട് ചെമ്മണ്ണൂർ ജുവല്ലറി ഉദ്ഘാടനം ചെയ്തത് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അത് ബോച്ചയുടെ ഒരു വിജയമാണ്. ബോച്ചയുടെ ആ വിജയത്തിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ബോച്ചയ്ക്ക് വ്യത്യസ്ത വിലകളുള്ള മാല അണിയിച്ചു എന്നൊക്കെ പറയുന്നു. 15 ലക്ഷം രൂപയ്ക്ക് അധികമാണ് മോണോലിസയെ ഓരോന്റെ വാക്കുകൾ കാണുകയായിരുന്നു. എന്തായാലും എനിക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. ഒരു സിനിമ